അപ്പോൾ ഈ കാണുന്നത് ഏകദേശം ഒരു 11:30 ടൈമിൽ ഞാൻ സൈറ്റിലേക്ക് എത്തുന്നത് കേട്ടോ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊന്നും ടാപ്പിലൊന്നും വെള്ളം വരുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. ഞാൻ അർജൻറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈറ്റിൽ നിന്ന് വിട്ടിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. കാരണം അവിടെ എൻ്റെ കൂടുതലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാനും പറ്റിയില്ല. അതിലേക്ക് പോകുന്ന സമയത്താണ് ഇവർ വിളിച്ചും ചെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ എത്തിയ സമയത്ത് നമ്മൾ ചെയ്ത വർക്ക് തന്നെയാണ് 3 വർഷമായത് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ ഒരു മുകളിലൊരു 1500 ടാങ്ക് ഉണ്ട്. അതേപോലെ ഒരു സ്റ്റീൽ ടാങ്ക് ഇത് കാണുന്ന പോലെ പുറത്തുണ്ട്. അതേപോലെ ഒരു പ്രഷർ പമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റീൽ ടാങ്കിലേക്ക് വെള്ളം വരുന്നില്ല. അപ്പോൾ വെള്ളം വരാത്ത കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ലൈൻ ഫിൽറ്റർ അടഞ്ഞിക്കുകയാണ്. കാരണം ഈ ലൈൻ ഫിൽറ്റർ കഴിഞ്ഞിട്ടാണ് അടിയിൽ 2 വലിയ ഫിൽറ്റർ ഉണ്ട്. ഇവിടുത്തെ വെള്ളത്തിന് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് 2 ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ സ്റ്റീൽ ടാങ്കിലേക്ക് വരിക. എന്നിട്ടാണ് പ്രഷർ പമ്പിൽ പോകുക കേട്ടോ. അത് നമ്മളൊരായിട്ടുള്ള ഐഡിയയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ പ്ലംബിങ്. അത് യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 11:30 ആ ടൈമായി. ഇപ്പോൾ ഇത് കഴുകി കഴിയുമ്പോഴത്തേന് ഏകദേശം ഒരു 12:30 കഴിഞ്ഞു. അപ്പോൾ അതിന് വെള്ളിയാഴ്ച കൊണ്ട് പള്ളിയിൽ പോകാൻ സമയമായി. പിന്നെ ഇത് കഴുകിയിട്ട് നടക്കുന്നില്ല, അത്രയും ചളി ഉണ്ടായില്ല. അപ്പോൾ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് നിങ്ങളെ വീടിൻ്റെ ഓണർമാരൊക്കെ കാണുകയാണെങ്കിലേ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള സംഭവം തന്നെ ഉള്ളൂ. കാരണം ഇത് ചെറിയൊരു ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോപ്പ് പൊടിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് ഇതേപോലെ പോരും. പക്ഷേ കുറച്ച് ശ്രമമാണെന്ന് മാത്രം. ഇത് നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം 2 മണിക്കൂർ എനിക്കിവിടെ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ. 2 മണിക്കൂറത്തെ വർക്കാണ്. പക്ഷേ ഇതിൻ്റെ അവസാനത്തെ ആ റിസൾട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ആദ്യത്തേക്കാളും അവസാനത്തെ റിസൾട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ മൊത്തത്തിലാണ് ക്ലീൻ ആക്കി കൊടുത്തിട്ട് ഫൈനലി ഇതിൻ്റെ ഫുള്ള് ചളിയാണ് എടുത്തു. കാരണം ഇതിൻ്റെ ഉള്ളിൽ നൈസ് മുടിനാര് പോലുള്ള ഗ്യാപ്പാണ്. അതിൽ എവിടെയും ചളി കുടുങ്ങിയാലും അത് വെള്ളം വരില്ല. ഫുള്ള് പുതിയതുപോലെ ഏകദേശം ആക്കി കൊടുത്തിട്ടുണ്ട്. സാധനമൊക്കെ സെറ്റാക്കി അത് അടച്ച് നേരെ നമ്മൾ സ്റ്റീൽ ടാങ്കിലേക്ക് വെള്ളം ഫ്ലോട്ട് വഴി വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് ഫിൽറ്റർ ചെയ്തിട്ടാണ് വരിക. ഈ സ്പീഡ് ഉണ്ടാവുള്ളൂ. കാരണം അടിയിൽ ഫിൽറ്റർ 2 വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങിയ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതെ ഷെയർ ചെയ്യാം കേട്ടോ.